നമസ്കാരം. വാർഡ് പുനർവിഭജനം വലിയൊരളവിൽ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇതൊക്കെ രാഷ്ട്രീയക്കാർ മാത്രം അല്ലെങ്കിൽ ചാനലുകാരും രാഷ്ട്രീയക്കാരും മാത്രം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. ഇതിൽ നമുക്ക് പങ്കില്ലേ? നമുക്ക് പങ്കുണ്ടാവണമെന്നും ഇതിനൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവണമെന്നും ലോകമെമ്പാടും ചർച്ചകൾ പല വിഷയങ്ങളിൽ പല തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണത്. ലോകമെമ്പാടുമുള്ള ഒട്ടുമിക്ക രാജ്യങ്ങളും, ഏറ്റവും ചുരുങ്ങിയത് 50% രാജ്യങ്ങളെങ്കിലും പൂർണ്ണമായ ജനാധിപത്യത്തിലേക്ക് എത്തിയിട്ട് കുറച്ച് നൂറ്റാണ്ടുകൾ അല്ലെങ്കിൽ കുറച്ച് പതിറ്റാണ്ടുകൾ മാത്രമാവുന്ന ഒരു കാലഘട്ടമാണിത്. നമ്മൾ മുമ്പ് പല വീഡിയോകൾ പറഞ്ഞ പോലെ ഒരു മൾട്ടി പോളാർ സംവിധാനത്തെ ബൈപോളാർ ലോകത്തിൻ്റെ തലപ്പത്തുണ്ടായിരുന്നവർ അംഗീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അപ്പോൾ സ്വാഭാവികമായും അതിൻ്റേതായ മാറ്റങ്ങൾ ഉണ്ടാവണം. പലതും അധിനിവേശ കാലഘട്ടത്തിൻ്റെ അവശേഷിപ്പുകളാണെന്നുള്ള ധാരണയിലേക്ക് എത്തുന്നു. അതുമായി ബന്ധപ്പെട്ട അതിതീവ്ര ദേശീയത വരെ ഉണ്ടാകുന്നു. അപ്പോൾ അത്തരമൊരു ഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഒരു പുനർവായന നടത്തി നിയമപരമായി തന്നെ അതിനെ പുനർവ്യാഖ്യാനിക്കാനുള്ള അവസരമായിട്ട് നമ്മൾ ഇതിനെ കാണണം. അവിടെയാണ് മണ്ഡല പുനർനിർണയത്തിലേക്ക് നമ്മൾ എത്തേണ്ടത്. കേരളത്തിൽ അവസാനമായി രൂപപ്പെട്ട ജില്ല കാസർഗോഡാണെന്ന് വേണം. കാസർഗോഡ് തന്നെയാണ്. 1987-ലോ 89-ലോ. അതിനുശേഷം പുതിയ ജില്ലകളൊന്നും കേരളത്തിൽ വന്നിട്ടില്ല. മണ്ഡല പുനർനിർണയം എന്നാൽ ഇടയ്ക്കിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് അതിൻ്റെ കൃത്യമായ അളവുകളെന്ന് നമുക്ക് ഇപ്പോഴും അറിയുന്നില്ല. മണ്ഡലങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വ്യത്യാസങ്ങൾ, അത് ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടാക്കുന്ന വ്യത്യാസങ്ങൾ, വ്യത്യസ്ത വോട്ട് ബാങ്കുകളുടെ രൂപപ്പെടൽ, ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. ഇതെല്ലാം പലപ്പോഴും ഒരു രാഷ്ട്രീയ വിഷയമോ ഒരു രാഷ്ട്രീയ സമസ്യയോ മാത്രമായിട്ടാണ് നമ്മുടെ മുമ്പിൽ ഇത് നിൽക്കുന്നത്. അതിന് ഒരുപാട് ഭിന്ന തലങ്ങളുണ്ട്. കാരണം മണ്ഡലങ്ങൾ ഒരു പ്രദേശത്തിൻ്റെ തനിമയോട്, അതിൻ്റെ സവിശേഷതയോട് ചേർന്ന് പോകുന്നതാണ്. അത് ഫെഡറലിസത്തെ പൂർണ്ണമായി അംഗീകരിക്കുന്നതാണ്. മറ്റൊന്നേക്കാൾ മുകളിലാണെന്നോ മറ്റൊന്നുമായി കലരുന്നത് കൊണ്ട് കലരാൻ പാടില്ലെന്നോ എന്നുള്ള ചിന്താഗതിയില്ല. പക്ഷേ ഒരു തനിമ, ആ തനിമ ആ പ്രദേശത്തിൻ്റെ സവിശേഷതകളുമായി ചേർന്ന് പോകുന്നതാണ്. അതിനൊരുപാട് ഉദാഹരണങ്ങളുണ്ട്. പ്രത്യേകിച്ചും കേരളത്തിലെ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടന്ന 2 പ്രദേശങ്ങൾ, വയനാടും പാലക്കാടും, ഇവ രണ്ടും അതിർത്തി പ്രദേശങ്ങളാണ്, അല്ലെങ്കിൽ അതിർത്തി ജില്ലകളാണ്. അവസാനമായി വന്ന കാസർഗോഡ് ജില്ലയും ഇതേപോലെ തന്നെയാണ്. ഇവയ്ക്കെല്ലാം ഇവയുടേതായ സവിശേഷതകളുണ്ട്. സാംസ്കാരികമായ കൊടുക്കൽ വാങ്ങലുകൾ മറ്റ് സംസ്ഥാനങ്ങളുമായി നടത്തുന്നവയാണ്. അതോടൊപ്പം ഉണ്ടാകുന്ന അന്തർ സംസ്ഥാന വിഷയങ്ങൾ വരെ ഇവിടെയുണ്ട്. ഇപ്പോൾ വയനാട്ടിലെ വന്യജീവി പ്രശ്നമായാലും ബന്ദിപ്പൂർ പാതയായാലും ഇതെല്ലാം അതുമായി ചേർന്ന് പോകുന്നതാണ്. അവിടെയാണ് മണ്ഡല പുനർനിർണയം എങ്ങനെ സംഭവിക്കുന്നു എന്ന് നമ്മൾ അറിയേണ്ടത്. മുൻപ് പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയം നമ്മൾ ചർച്ച ചെയ്തിരുന്നു. പാലക്കാട് നഗരസഭയുടെ 30 കിലോമീറ്റർ പരിധിയിൽ വരുന്ന സാംസ്കാരികതയല്ല പട്ടാമ്പിയിലോ മറ്റൊരിടത്തോ ഉള്ളത്, ഷൊർണൂരോ ഒറ്റപ്പാലത്തോ മണ്ണാർക്കാടോ ഉള്ളത്. ഈ പട്ടാമ്പി എന്ന പ്രദേശം പൂർണ്ണമായും ഒരു മലബാർ സംസ്കാരം, അല്ലെങ്കിൽ ഒരു മലപ്പുറം സംസ്കാരം, മലപ്പുറം ജില്ലയുടെ പ്രദേശങ്ങളോട് ചേർന്ന് പോകുന്ന, വള്ളൂരാണ് പ്രദേശങ്ങൾ ചേർന്ന് പോകുന്ന സംസ്കാരം പെടുത്തുന്ന പ്രദേശമാണ്. മണ്ണാർക്കാടുമായി വ്യത്യാസമുള്ള ഇദ്ദേഹത്തിൻ്റെ പാലക്കാട് ജില്ലയിലെ കൊഴിഞ്ഞാമ്പാറ, ചിറ്റൂർ പ്രദേശങ്ങൾ, അവിടെ വോട്ടേഴ്സ് ഐ ഡിയിലെ ചിറ്റൂർ തമിഴ് പേരടക്കമുണ്ട്. അപ്പോൾ ഇത്തരം വൈവിധ്യങ്ങളുള്ള പ്രദേശങ്ങൾ എല്ലാ ജില്ലകളിലുമുണ്ട്. എൻ്റെ ജില്ലയായതുകൊണ്ട് ഞാൻ പാലക്കാടിനെ ഉദാഹരിച്ചുവെന്ന് മാത്രമേ ഉള്ളൂ. പാലക്കാട് ജില്ലയിൽപ്പെട്ട ആലത്തൂർ തൃശ്ശൂർ മണ്ഡലത്തിൽപ്പെടുന്നതാണ്.
അപ്പോൾ ഇത്തരം വിഷയങ്ങൾ അതിലെന്തെങ്കിലും തെറ്റുണ്ടെന്നോ അല്ലെങ്കിൽ ശരിയുണ്ടെന്നോ ഉള്ളതല്ല. പക്ഷെ ഇത്തരം മണ്ഡല പുനർനിർണയങ്ങൾ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ പുനർനിർണയിക്കുമ്പോൾ, അതിൻ്റെ അതിർത്തികൾ പുനർനിർണയിക്കുമ്പോൾ, അതിൻ്റെ അതിരുകൾ പുനർനിർണയിക്കുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് ചെയ്തത്, അതുകൊണ്ട് ജനങ്ങൾക്കുണ്ടാകുന്ന മാറ്റം എന്താണെന്നുള്ളത് അറിയാനുള്ള ഉത്തരവാദിത്വം ജനങ്ങൾക്കുണ്ട്. കാരണം ഇത് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടതാണ്. ഒരു സർട്ടിഫിക്കറ്റ് ഒപ്പിട്ട് കിട്ടാൻ ഇതുവരെ ചെയ്ത പോലെ ഇനി അത് വലിയ മെനക്കെടാവും എന്നുള്ളൊരു ധാരണയിലേക്കാണ് പലപ്പോഴും കാര്യങ്ങൾ എത്തുന്നത്. ഒന്നിച്ച് തങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന ഒരു പറ്റം ആളുകളെ ഒരു പ്രദേശം നിലനിർത്തുന്ന രീതിയാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉപയോഗിക്കുന്നത്. ഇതുകൊണ്ടുണ്ടാകുന്ന തർക്കങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത്. ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ തീരുമാനത്തെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി എടുത്താലും അതിൽ രാഷ്ട്രീയമായ ലക്ഷ്യങ്ങൾക്ക് അപ്പുറം മറ്റൊന്നുമില്ല. അവിടെയാണ് നേരത്തെ പറഞ്ഞ കാലാനുസൃതമായി നിയമങ്ങൾ, സംവിധാനങ്ങളെ പുനർവായിക്കേണ്ടതിൻ്റെ ആവശ്യകത വരുന്നത്. ഇപ്പോൾ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ നടക്കുന്ന നിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പൊതുജനങ്ങളുടെ അഭിപ്രായം തേടണമെന്ന് പറയാറുണ്ട്. എന്നാൽ അത് എങ്ങനെയാണ് തേടുന്നതെന്ന് ചോദിച്ചാൽ നമുക്കത് അറിയില്ല. ഒരു തണ്ണീർത്തടം നികത്തുമ്പോൾ, ഒരു പാടം നികത്തുമ്പോൾ പ്രദേശവാസികൾ അറിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയുന്നില്ല. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഒരു വാട്സപ്പ് മെസ്സേജ് വരുന്ന പോലെയായിരിക്കും. നിങ്ങൾക്കൊരു OTP ലഭിക്കുന്ന അതേ ലാഘവത്തോടെയാണ് ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ എത്തുന്നത്. അതിൽ ജനങ്ങൾക്കൊരു അവബോധം ഉണ്ടാക്കാൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മതസംഘടനകളുടെ വിലയ്ക്ക് വാങ്ങിച്ച മാധ്യമങ്ങളും ശ്രമിക്കുന്നില്ല. പൊതുജനാഭിപ്രായത്തിന് വലിയ വിലയാണ് ജനാധിപത്യത്തിലുള്ളത്. അത് തിരിച്ചറിയാത്ത ജനതയുണ്ട് എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം, വിശേഷം കേരളം പോലെ ഒരു പ്രദേശത്ത്. ഇതിൽ ആദ്യത്തെ നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായ മണ്ഡലങ്ങളുടെ പുനർനിർണയത്തിന് കൃത്യമായൊരു കാരണമുണ്ടാവണം. ഒരു പ്രദേശവുമായി സാംസ്കാരികമായി യോജിച്ചു പോകാത്ത ഒരു പ്രദേശത്തെ എന്തുകൊണ്ട് നിങ്ങൾ മറ്റൊരു ജില്ലയുമായി യോജിപ്പിക്കുന്നു എന്നുള്ളത് നമ്മൾ അറിയേണ്ടതാണ്. അങ്ങനെ യോജിപ്പിക്കുന്നുണ്ടെങ്കിൽ പ്രശ്നം ആവുന്ന വിഷയമല്ല. എല്ലാവർക്കും എല്ലാവരെയും ചേർന്ന് ജീവിക്കാനും എല്ലാതുമായി ഉൾച്ചേർന്ന് പോകാനുമുള്ള സാഹചര്യം തന്നെയാണ് ഉണ്ടാകേണ്ടത്. പക്ഷേ കൃത്യമായ നിർവചനം ഇതെല്ലാം ഉണ്ടാവണം. എന്തുകൊണ്ട് ഈ രീതിയിൽ അതിനെ പുനർനിർണ്ണയിക്കുന്നു? അതേപോലെ ഇത്തരം വിഷയങ്ങളിൽ പൊതുജനങ്ങളുടെ അനുമതി തേടേണ്ട നിർബന്ധമല്ലേ? ഒരു വാർഡിലുള്ള 100 പേര് 200 പേര് 200 പേരും അറിയാതെ ഒരു പാടം പോലും നികത്താൻ കഴിയില്ല എന്നുള്ള നിയമം വരേണ്ടതല്ലേ? പരിസ്ഥിതി ലോല പ്രദേശങ്ങളിലെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അത് കേരളയിൽ പോലെ വലിയ പദ്ധതിയാവാം, ചെറിയൊരു മോള് വരുന്നതാവാം. ഇത്തരം വിഷയങ്ങളിൽ പുതിയ ഒരു നിയമ സംവിധാനം ഉണ്ടാവേണ്ടിയിരിക്കുന്നു. ഇതുതന്നെയാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ നമ്മളെ ചെന്നെത്തേണ്ട രണ്ടാമത്തെ വിഷയത്തിലേക്കാണ്. അതിലെ രണ്ടാമത്തെ എന്ന് പറയുന്നത് പുതിയ ഒരു കായിക നയം ഉണ്ടാവേണ്ടതിനെ കുറിച്ചാണ്. അർജന്റീനിയൻ ഫുട്ബോൾ ടീമിനെ കേരളത്തിലേക്ക് കൊണ്ടുവരേണ്ടതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാകുന്നു. അത് എതിർക്കപ്പെടേണ്ടതാണ് എന്നുള്ളതല്ല, പക്ഷേ കേവലം ഏതെങ്കിലും ഒരു മത്സരത്തിലേക്ക് ഒതുങ്ങേണ്ടതാണോ ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു പ്രദേശം നൽകുന്ന കായിക പരിരക്ഷ? തീർച്ചയായും അത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. നമ്മൾ മുമ്പൊരു വീഡിയോയിൽ അത് കേരളത്തിലെ സ്കൂൾ കലോത്സവങ്ങൾക്ക് യുവജനോത്സവത്തിൽ ലഭിക്കുന്ന ഒരു നിറം, ഒരു ഗ്ലാമർ കായിക മത്സരങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതും അതുകൊണ്ട് കേരളത്തിലെ കായിക മേഖലയ്ക്കുണ്ടായ തളർച്ച നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അതടക്കം മറ്റൊരുപാട് വിഷയങ്ങൾ നാം ചർച്ച ചെയ്യേണ്ട കൂട്ടത്തിൽ നമ്മൾ ഇതും പറഞ്ഞിരുന്നു. ഒരു പ്രദേശത്തെ കായിക സംസ്കാരം എന്ന് പറയുന്നത് അവിടുത്തെ കാലാവസ്ഥയും അതുമായി യോജിച്ചു പോകുന്ന ജനിതഘടനയുമായി ബന്ധപ്പെട്ടതാണ്. ബാസ്കറ്റ്ബോളും കബഡിയും എന്തുകൊണ്ട് 2 പ്രദേശങ്ങളിൽ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ സവിശേഷത തന്നെയാണ്. എല്ലായിടത്തും വരുന്ന ജനിതഘടനയുടെ വ്യത്യാസം, അതിനോട് ചേർന്ന് പോകുന്ന അല്ലെങ്കിൽ പ്രകൃതിയും ജനിതഘടനയും അതുമായി ചേർന്ന് പോകുന്ന സാമൂഹിക വ്യവസ്ഥയും എല്ലാം ചേർന്ന് പോകുന്നതാണ്. നിങ്ങൾക്ക് കളിക്കാൻ ലഭിക്കുന്ന മൈതാനങ്ങളുടെ അളവ്, വിശാലമായ പ്രദേശങ്ങൾ,
അല്ലെങ്കിൽ വിശാലമല്ലാത്ത പ്രദേശങ്ങൾ, കായലിനോട് ചേർന്നുള്ള പ്രദേശങ്ങൾ, ഇതെല്ലാം നമ്മൾ ഒരു പ്രദേശത്തിൻ്റെ കായിക സംസ്കാരം രൂപപ്പെടുത്തുന്നുണ്ട്. ഗോട്ടികളി മുതൽ വോളിബോൾ വരെയുള്ളവയ്ക്ക് പ്രാദേശിക തലത്തിൽ വലിയ താരങ്ങളുണ്ടായിരുന്ന, അന്താരാഷ്ട്ര തലത്തിൽ ജിമ്മി ജോർജിനെ പോലെ ആളുകളെ സംഭാവന ചെയ്തൊരു കളിയാണ് വോളിബോൾ. അപ്പോൾ ഇത്തരം കളികൾ കൂടി നമ്മൾ നിക്ഷേപം നടത്തേണ്ടേ? അത്ലറ്റുകൾ, ഓട്ടക്കാരും ഹഡിൽസ് താരങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു പ്രദേശമല്ലേ? അപ്പോൾ പുതിയൊരു കായിക നയം അവിടെ രൂപപ്പെടുത്തേണ്ടതല്ലേ? പ്രത്യേകിച്ചും കൂടുതൽ കളികൾ ഒളിമ്പിക്സിലേക്ക് എത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഏഷ്യയിലേക്ക്, ഇന്ത്യയിലേക്ക് ഫിഫയും ഓസ്കാറും ഒക്കെ കടന്നു വരും നമ്മൾ കാണുന്നുണ്ട്. ഖത്തർ ലോകകപ്പ്, സൗദി അറേബ്യയിൽ 2034 നടക്കാൻ പോകുന്ന ലോകകപ്പ്, ഇതെല്ലാം കൂടുതൽ വിശാലമായ വിപണി പാശ്ചാത്യ സംവിധാനങ്ങൾ തേടുന്നുള്ളതിൻ്റെ തെളിവാണ്, അല്ലെങ്കിൽ കൂടുതൽ വിശാലമാക്കേണ്ടതിൻ്റെ തെളിവാണ്. ഖത്തർ ലോകകപ്പിന് ശേഷം നടന്ന, അല്ലെങ്കിൽ ഖത്തർ ലോകകപ്പിന് ശേഷം പുറത്തു വന്ന ചില കണക്കുകൾ, തൊഴിൽ അവകാശങ്ങൾ നിഷേധവുമായി ബന്ധപ്പെട്ട ചില കണക്കുകൾ കാണുന്നുണ്ട്. ഇതൊരു $ഡോളർ കരാറാണ്, അല്ലെങ്കിൽ പെട്രോൾ സംരക്ഷിക്കേണ്ടവരുടെയും ഡോളർ സംരക്ഷിക്കേണ്ടതിനും കരാർ തന്നെയാണെന്ന് വേണമെങ്കിൽ നമുക്ക് സൗദി അറേബ്യയിൽ നടക്കാൻ പോകുന്ന വേൾഡ് ലോകകപ്പൊക്കെ പറയാൻ കഴിയും. എങ്കിൽ പോലും ഏകാധിപതിയായ, എന്നാൽ പുരോഗമനവാദിയാവാൻ ശ്രമിക്കുന്ന, മതേതരവാദിയാവാൻ ശ്രമിക്കുന്ന ഒരു ഭരണാധികാരി ലോകത്തിനു വേണ്ടി തൻ്റെ വാതിലുകൾ തുറന്നിടുമ്പോൾ അത് ലോകത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിപ്പിക്കുമെന്നുള്ളത് നിശ്ചയമാണ്, അല്ലെ? ഉറപ്പായ ഒരു കാര്യമാണ്. സ്പെയിനിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നും സൗദി അറേബ്യയിലേക്ക് പറിച്ചു മാറ്റപ്പെട്ട ഫുട്ബോൾ ലോകം നമ്മൾ കാണുന്നുണ്ട്. റയൽ മാഡ്രിഡിൻ്റെയും ബാഴ്സലോണയുടെയും കളികൾക്ക് ഇന്ത്യയിലെ ടെലിവിഷൻ സെറ്റുകളിൽ ആളുകളില്ലാത്തൊരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. വിപണി തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ആ വിപണിയിലേക്ക് എങ്ങനെ എത്താൻ കഴിയും, ഏതിൽ എത്താൻ കഴിയുമെന്ന് അറിയണമെങ്കിൽ ഒരു കായിക നയം നമുക്ക് രൂപവൽക്കരിക്കേണ്ടിയിരിക്കുന്നു. ഏതൊക്കെ കളികൾക്ക്, ഏതൊക്കെ കായിക പ്രതിഭകൾക്ക് ഏതൊക്കെ രീതിയിലുള്ള പ്രോത്സാഹനമാണ് നമ്മൾ നൽകേണ്ടത്? മുമ്പൊരു വീഡിയോ നമ്മൾ ഇതേ വിഷയം ചർച്ച ചെയ്തു, ഒരിക്കൽ PT വിഷയം ഇതേ വിഷയം പറഞ്ഞു. വർഷങ്ങൾക്ക് ഉള്ള ഒരു നിക്ഷേപമാണ് നിങ്ങൾക്കുള്ള കായിക മികവ്. ആ കായിക താരവും അതേപോലെ രാജ്യത്തിന് വർഷങ്ങൾക്കുള്ള നിക്ഷേപമാണ്. വളരെ പെട്ടെന്ന് ജോലിയും വളരെ പെട്ടെന്ന് കൂടുതൽ ഉപഹാരങ്ങളും നൽകുന്ന, അല്ലെങ്കിൽ ഒരു റിയാലിറ്റി ഷോയിൽ പാടിയാൽ വീട് കെട്ടിക്കൊടുക്കുന്ന രീതി പോലെയുള്ള സംവിധാനത്തിലേക്ക് അതിനെ കൊണ്ടുപോകരുത് എന്നൊക്കെ നമ്മൾ കേട്ടു. അപ്പോൾ പുതിയൊരു കായിക നയം നമ്മൾ രൂപവൽക്കരിക്കേണ്ടിയിരിക്കുന്നു. ചെസ്സ് പോലെയുള്ള പ്രത്യക്ഷത്തിൽ അനാകർഷണീയമായ കളികൾക്ക് ആഗോളത്തിൽ വലിയ ഒരു സ്വാധീനമുണ്ടാകുന്നു. ഷൂട്ടിങ്ങിന് ചെസ്സിൻ്റെ കാര്യം പറഞ്ഞാൽ മധ്യവർഗത്തിന് ഒരിക്കലും എത്തിപ്പെടാൻ കഴിയുന്ന പരിശീലന മേഖലയല്ല ഇതൊന്നും. എന്നാൽ അപ്പോഴും നമുക്കെങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ ഫിഫയും ഓസ്കാറും ഒക്കെ ഇന്ത്യ എന്ന വിപണി ലക്ഷ്യമിട്ട് വരുമ്പോൾ നമ്മുടെ മുമ്പിൽ സാധ്യതകളുണ്ട് എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. ഇന്ന് ഓൺലൈൻ ആപ്പുകളുണ്ട്. ആ ഓൺലൈൻ ആപ്പുകൾ വഴി വീഡിയോ ഗെയിമിൻ്റെ രൂപത്തിലെങ്കിലും നമുക്ക് നമ്മുടേതായ തനതായ കളികൾ പ്രോത്സാഹിപ്പിച്ചുകൂടെ? അവിടെയാണ് നമ്മൾ ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് എത്തേണ്ടത്. ഏകദേശം ഒരു പതിറ്റാണ്ട് മുമ്പ് വരെയെങ്കിലും ഒരു ഇല്ലാതായി പോകുമോ എന്ന് ഭയപ്പെട്ടിരുന്ന ടെസ്റ്റ് മത്സരങ്ങൾ, വിശേഷം IPL വരവോടുകൂടി വലിയ രീതിയിൽ നവീകരിക്കപ്പെടും നമ്മൾ കണ്ടു. അതിന് തീർച്ചയായും ICC അതിനെ അഭിനന്ദിക്കേണ്ടതാണ്. എന്തൊക്കെ പിഴവ് ICC കൊണ്ടെന്ന് പറഞ്ഞാലും ഒരു വലിയ വിപണിയായി 2020 വിപണി സാധ്യതയായി 2020 നിലനിർത്തിക്കൊണ്ട് തന്നെ കൂടുതൽ മേഖലകളിലേക്ക് 2020 കടക്കുമ്പോഴും ടെസ്റ്റ് ക്രിക്കറ്റിനെ അതിൻ്റേതായ രീതിയിൽ നിലനിർത്താൻ കഴിയുന്നു. പേരുള്ള ജേഴ്സിയും വെള്ളയുടെ വസ്ത്രമാണെങ്കിൽ പോലും പേരുള്ള ജേഴ്സി വരുന്നു, പിങ്ക് ബോൾ വരുന്നു. അതോടൊപ്പം തന്നെ 2020 സ്വാംശീകരിച്ച പുതിയ ശൈലികൾ, അസാധ്യമായ മെയ്വഴക്കമുള്ളവർക്ക് മാത്രമുള്ള കളിയാണ് 2020 എന്നിരിക്കെ ആ മെയ്വഴക്കം ഉപയോഗിച്ചുകൊണ്ട് ബാസ്ബോൾ പോലെയുള്ള വിപ്ലവങ്ങൾ ഉണ്ടാകുന്നു. അഞ്ചാമത്തെ ദിവസം അവസാനിക്കുമ്പോഴും രണ്ട് ടീമിനും ഓരോ പ്രാവശ്യമെങ്കിലും ബാറ്റ് ചെയ്യാനുള്ള സമയം ബാക്കിയായി അവസാനിച്ചിരുന്ന ഒരു ശൈലി മാറിയിട്ട് 4-ാം ദിവസം കഴിയുമ്പോഴേക്കും ബലം വരുന്ന രീതിയിലേക്ക് മത്സരങ്ങൾ മാറുന്നു. നിയന്ത്രിതമായ വേഗതയിൽ
കളിക്കാൻ ആരംഭിക്കുന്ന ടെസ്റ്റ് മത്സരങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ബോക്സിംഗ് ഡേ, ഇന്ത്യ ഓസ്ട്രേലിയ ബോക്സിംഗ് ഡേ മത്സരത്തിൻ്റെ ആദ്യത്തെ ദിവസത്തെ ടിക്കറ്റ് സോൾഡ് ഔട്ടാണ്. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് നിങ്ങളുടെ തനിമയെ നിലനിർത്തിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് വലിയ വിപണി എങ്ങനെ ആകർഷിക്കാം എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ പുതിയൊരു കായിക നയം രൂപവൽക്കരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. ISLലും കൂടുതൽ മാറ്റങ്ങൾ വരേണ്ടിയിരിക്കുന്നു. നമ്മളത് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ പുതിയ ഒരു കായിക നയം രൂപവൽക്കരിക്കപ്പെടേണ്ടിയിരിക്കുന്നു. എല്ലാ കളികൾക്കും നിങ്ങൾ കളിച്ചാൽ നിങ്ങൾക്ക് അന്താരാഷ്ട്ര തലത്തിലെത്താം. ആ കളിയിൽ നിങ്ങളുടെ രാജ്യം അല്ലെങ്കിൽ നിങ്ങളുടെ സംസ്ഥാനം മികവ് പുലർത്തുന്നുണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. നിങ്ങൾക്കൊരു മേഖലയിൽ അത് ക്യാരംസ് കളിയാവാം, വോളിബോൾ ആവാം, ബേസ്ബോൾ ആവാം, നിങ്ങൾക്ക് അത് കളിച്ച് വളരാനുള്ള സാധ്യതയുണ്ട്. ആ രീതിയിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. പുതിയൊരു കായിക നയം രൂപവൽക്കരിക്കേണ്ടിയിരിക്കുന്നു. സ്കൂളുകളും കോളേജുകളും മികച്ച കായിക താരങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന സങ്കേതങ്ങളാവേണ്ടിയിരിക്കുന്നു. അതിന് ഫിഫ പോലെയുള്ള സംവിധാനങ്ങളുമായി നമ്മൾ കൈകോർക്കേണ്ടിയിരിക്കുന്നു. അവർ തയ്യാറാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇന്ത്യ എന്നുള്ള വലിയ വിപണി. അതുകൊണ്ട് തന്നെ പുതിയൊരു കായിക നയം നമുക്ക് ആവശ്യമാണ്. ആ കായിക നയം എന്ന് പറയുന്നത് ഏത് കളിക്കാണ് പ്രാധാന്യം നമ്മൾ കൂടുതൽ കൊടുക്കേണ്ടതെന്നും ആ കളി ഏത് രീതിയിൽ പരിപോഷിപ്പിക്കാമെന്നും എല്ലാ വർഷവും തീരുമാനിക്കുന്ന നയം ഉണ്ടാവേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ UN-ലൊക്കെ ഇന്ന ദിനം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ചെടികൾക്കായി ഒരു ദിനം, ഓർമ്മശക്തിക്കായിട്ടുള്ളൊരു ദിനം, നല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടിയൊരു ദിനം, നല്ല ഉറക്കത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ വേണ്ടി, ഇത്തരം രീതിയിൽ ബാലിഷ്യമെന്ന് തോന്നാമെങ്കിൽ പോലും വലിയൊരു ഓർമ്മപ്പെടുത്തലുകൾ, പ്രധാനപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് വലിയൊരു ഓർമ്മപ്പെടുത്തലാണ്, ഒരു അവയർനെസ്സാണ് ഇതെല്ലാം. അത്തരം അവയർനെസ് തന്നെയാണ് കായിക മേഖലയിലും ഉണ്ടാവേണ്ടത്. പുതിയ ഒരു നയം അവിടെ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. കാരണം പുതിയ നയങ്ങൾ, പുതിയ നിയമങ്ങൾ എന്നത് അനിവാര്യമാണ്. പ്രസിഡൻഷ്യൽ പാർഡനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അമേരിക്കയിൽ വീണ്ടും ചർച്ചയാവുകയാണ്. ഇലക്ട്രൽ കോളേജ് തന്നെ അമേരിക്കയുടെ ജനാധിപത്യത്തെ ചോദ്യം ചെയ്യുന്നു എന്നുള്ള സംശയം ഉണ്ടാകുന്നു. അപ്പോൾ ജനങ്ങളിലേക്ക് കൂടുതൽ കേന്ദ്രീകരിക്കപ്പെടുന്ന ജനപ്രതിനിധികളുടെ അധികാരങ്ങളെ, സംവിധാനങ്ങളുടെ അധികാരങ്ങളെ, ജനപ്രതിനിധികൾ എന്നതിനേക്കാൾ ഉപരി ജനപ്രതിനിധികൾ നിയന്ത്രിക്കുന്ന സംവിധാനങ്ങളുടെ അധികാരത്തെ ചുരുക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ചർച്ചകൾ ലോകമെമ്പാടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട സുപ്രധാന വിധി ഇവിടെ ഉണ്ടാകുന്നു. സമ്പലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ആരാധനാലയത്തിൻ്റെ പൈതൃകം അന്വേഷിച്ചു പോകുന്ന രീതി ഒരു പ്രദേശത്ത് ഒരു സമൂഹത്തിൻ്റെ മതസൗഹാർദ്ദത്തെ തകർക്കുമെന്നുള്ള സുപ്രധാനമായ ഒരു വിധി ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ വഖഫ് പോലെയുള്ള പ്രാകൃതമായ നിയമങ്ങൾ ചർച്ചയാവുന്നു. ഇത് വലിയൊരളവോളം നമ്മൾ സ്വീകരിക്കേണ്ട കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെയാണ് കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സാഹചര്യവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ. അതും നമ്മൾ വളരെ പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ടതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പൊതു ഇടങ്ങൾ. പൊതുമേഖലാ സ്ഥാപനം പോലെ പ്രധാനപ്പെട്ടതാണ് പൊതു ഇടങ്ങൾ. പൊതു ഇടം കയ്യേറിക്കൊണ്ട് കേരളം ഭരിക്കുന്ന പാർട്ടി നടത്തിയ പ്രവൃത്തി, അത് ചർച്ചയായി എന്നുള്ളതും നീതി ഇവിടെ ഇടപെട്ടു എന്നുള്ളതും വളരെ സന്തോഷകരമാണ്. അപ്പോൾ ഇത്തരം നിയമങ്ങൾക്ക് പുതിയ നിർവചനം ഉണ്ടാവട്ടെ. വിശേഷിച്ചും സാമൂഹിക മാധ്യമങ്ങൾ വന്ന ഈ കാലത്ത് പോസ്റ്ററുകൾക്കോ പൊതു ഇടങ്ങളിൽ നടത്തുന്ന പ്രസംഗങ്ങൾക്കോ വലിയ കാഴ്ചക്കാരൊന്നും ഇനി അങ്ങോട്ടുള്ള കാലത്ത് ഉണ്ടാവാൻ പോകുന്നില്ലാത്തൊരു ഘട്ടത്തിൽ പൊതു ഇടങ്ങളെ അനാവശ്യമായി ഉപയോഗിക്കുന്ന സാഹചര്യം ഇല്ലാതാക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ പ്രത്യേകിച്ചും ജോലി സാഹചര്യവും വലിയൊരളവോളം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇവയെല്ലാം പൊതുജനങ്ങളുടെ ശാക്തീകരണവുമായി ബന്ധപ്പെട്ടതാണ്. അത് വാർഡ് പുനർവിഭജനമായാലും മണ്ഡല പുനർവിഭജനമായാലും ആരാധനകളുമായി ബന്ധപ്പെട്ട കാര്യമായാലും എല്ലാം കൃത്യമായ അവബോധം പൊതുജനങ്ങൾ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. പൊതുജനങ്ങളുടെ അറിവ്, സമ്മതം എല്ലാത്തിനും ആവശ്യമാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ ഈ വിധികളിലെല്ലാം ഉണ്ട്. അവിടെ നമ്മൾ KSEBയിലേക്കും ഇപ്പോഴുണ്ടായ വില വർധനയിലേക്കും എത്തേണ്ടത്. KSRTC പോലെ ഏറ്റവും കൂടുതൽ ഉപയോഗശൂന്യമായ അല്ലെങ്കിൽ ആവശ്യത്തിലധികം
വ്യക്തികളും സംവിധാനങ്ങളുമുള്ള രണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് KSEB യും KSRTC. ഇത്രയധികം വൈദ്യുതി ആ വൈദ്യുതികളുമായി ചേർന്ന് പോകുന്ന ആ വൈദ്യുതികൾക്ക് വേണ്ടിയുള്ള തൊഴിലാളികളുമെല്ലാം ഉള്ള ഒരു സംവിധാനം. പ്രത്യേകിച്ചും കേരളം പോലെ ജനസാന്ദ്രത കൂടിയ പരിസ്ഥിതിലോല പ്രദേശങ്ങളേറെയുള്ള ഇതുവരെ ഇല്ലാത്ത വിധം ഭൂമികുലുക്കമടക്കമുള്ള ഭീഷണികൾ നേരിടുന്ന ഒരു പ്രദേശം ഇത്രയധികം ജലവൈദ്യുതികൾ ആവശ്യമുണ്ടെന്നുള്ളത് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തേതാണ് അതുമായി ബന്ധപ്പെട്ട സാമ്പത്തികമായ പ്രശ്നങ്ങൾ. ഇത് KSRTCയിലുമുണ്ട്. മുമ്പ് വീഡിയോയിൽ പറഞ്ഞ പോലെ 2 തൊഴിലാളികൾ വേണ്ട അവിടെ 8 തൊഴിലാളികൾ, 2 ബസ് വേണ്ട റൂട്ടിൽ 8 ബസ്സുകൾ ഒരേ സമയം, മണിക്കൂറിൽ 4 ബസ്സെങ്കിലും വേണ്ടയിടത്ത് ഒരു ദിവസം 2 ബസ്സുകൾ. ഈ രീതിയിലാണ് പോകുന്നത്. ഒരു രീതിയിൽ നവീകരണം നടക്കാൻ കഴിയാത്ത വിധം തൊഴിലാളി സംഘടനകളുടെ അതുവഴിയുള്ള ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ അതുവഴി രാഷ്ട്രീയ സംവിധാനങ്ങളുടെ വലിയ കയ്യേറ്റം അവിടെ നടക്കുകയാണ്. വലിയ രീതിയിൽ അനധികൃത കയ്യേറ്റം, രാഷ്ട്രീയ കയ്യേറ്റം ഏറ്റവും അധികം നടക്കുന്ന മേഖലകളിൽ ഒന്നാണ് KSEB യും KSRTC യും. ഇത് രണ്ടിൻ്റെയും നിയമങ്ങൾ പൊളിച്ച് മാറ്റപ്പെടേണ്ടതുണ്ട്. ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ ഇത്തരം സംവിധാനങ്ങൾ പൂർണ്ണമായും സംസ്ഥാനത്തിൻ്റെ അധികാരത്തിൽ നിന്ന് മാറ്റേണ്ട രീതിയിലേക്ക് നമ്മൾ പോകണം. തീർച്ചയായും അത് വേണ്ടതല്ല, പ്രത്യേകിച്ച് കേരളം പോലെ വലിയ സാമൂഹിക പുരോഗതി നേടിയ ഒരു സംസ്ഥാനത്ത്. പക്ഷേ രാഷ്ട്രീയവൽക്കരണം, അമിതമായ രാഷ്ട്രീയവൽക്കരണം സൃഷ്ടിക്കുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് നവീകരണങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് പുതിയ ഒരു നിയമത്തിന് വഴിവെക്കണം. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉപഭോഗവുമായി സംഭവിച്ച പുതിയ ഒരു നയം രൂപവൽക്കരിക്കപ്പെടേണ്ടതുണ്ട്. കാരണം ഇതിൻ്റെ എല്ലാം വില കൊടുക്കുന്നത് പൊതുജനങ്ങളാണ്. ഇതുതന്നെയാണ് നമ്മൾ യൂണിവേഴ്സിറ്റികളിലും ഒക്കെ കാണുന്നത്. ഇത് യൂണിവേഴ്സിറ്റികളിലെ ഗവർണർ മുഖ്യമന്ത്രി പോര് കുറച്ച് വർഷങ്ങളായി നീണ്ടുപോവുകയാണ്. അതിലെ പക്ഷപിടുത്തം മാറ്റി നിർത്തിയാൽ തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ചർച്ചകളിലേക്കാണ് നയിക്കേണ്ടത്. അന്താരാഷ്ട്ര തൊഴിൽ മേഖലയുമായി യോജിച്ചു പോകാൻ കഴിയാത്ത വിധം പിന്നോട്ട് പോകുന്ന ഒരു വിദ്യാഭ്യാസ സംസ്കാരം കേരളത്തിൽ രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതും മുമ്പ് നമ്മൾ പലവട്ടം ചർച്ച ചെയ്ത പോലെ പഠിച്ചിറങ്ങുന്നവരിൽ 50% ആളുകൾ പോലും എംപ്ലോയബിൾ അല്ല എന്ന നിലയിലേക്ക് കേരളം എത്തി എന്നുള്ളതും അതുമായി ചേർന്ന് പോകേണ്ട കേരളത്തിൽ നിന്നുള്ള മികച്ച അല്ലെങ്കിൽ മധ്യവർഗം അടക്കമുള്ളവരുടെ കേരളത്തിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക്, തിരിച്ചു വരാൻ സാധ്യതയില്ലാത്ത കൊഴിഞ്ഞുപോക്ക്, കേരളത്തിലേക്കുള്ള ആഭ്യന്തര കുടിയേറ്റക്കാരായി വരുന്ന അവരുടെ സാമൂഹിക നിലവാരക്കുറവ്, അത് സൃഷ്ടിക്കുന്ന സാംസ്കാരികമായ പ്രശ്നങ്ങൾ, ഇതെല്ലാം ഒരു ചങ്ങല പോലെ ചേർന്ന് പോകുന്നു. അപ്പോൾ പൊതു സംവിധാനങ്ങളെ വലിയ രീതിയിൽ ഉടച്ചു വാർക്കേണ്ടത് ആവശ്യകതയെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. സുപ്രീം കോടതി ജഡ്ജിമാരുടെ കാലയളവ് കൂട്ടണം എന്നുള്ള ചർച്ചകൾ വരെ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു മുൻ സുപ്രീം കോടതി ജഡ്ജി അത് ഉയർത്തിയിട്ടുണ്ട്. തീരുമാനങ്ങൾ എടുക്കാനുള്ള സമയം, കാര്യങ്ങൾ പഠിക്കാനുള്ള സമയം, നടപ്പിൽ വരുത്താനുള്ള സമയം, ഇതെല്ലാം ചേർന്ന് പോകുന്നൊരു സംവിധാനം ഉണ്ടാവണം എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തരം ചർച്ചകൾ നമ്മൾ ഇനിയും ഉയർത്തണം. പ്രത്യേകിച്ചും PSCയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളില്ല. ഡാമുകളുടെ എണ്ണം, ജലവൈദ്യുത പദ്ധതികളുടെ എണ്ണം, അതിനുവേണ്ട തൊഴിലാളികൾ, ഇതിനെല്ലാം നേരിടുന്നത് ഇതിൻ്റെ എല്ലാം ചെലവ് ജനങ്ങളിൽ കെട്ടിവെച്ചുകൊണ്ടാണ്. അപ്പോൾ നിയമങ്ങളുടെ ഒരു പുനർനിർണയം ഇവിടെ ആവശ്യമാണ്. ഇതുതന്നെയാണ് നമ്മൾ കേരളത്തിലെ ചലച്ചിത്ര മേഖലയിലേക്ക് വന്നാലും കാണേണ്ടത്. കാരണം പുരുഷ കേന്ദ്രീകൃതമായ സംഭാഷണങ്ങൾ പോലും പിൽക്കാലത്ത് വിമർശിക്കപ്പെടുന്ന ഒരു സാമൂഹിക സാഹചര്യമാണ് കേരളത്തിലുള്ളത്. കിങ്ങൊക്കെ അതിന് ഒരു ഉദാഹരണമാണ്. എന്നാൽ ഇന്ന് ഒരുപക്ഷെ ഒരു വ്യക്തിക്കോ കുറച്ച് വ്യക്തികൾക്കോ തങ്ങളുടെ ചൊൽപ്പടിക്ക് നിർത്താൻ കഴിയാത്ത ഇന്ത്യയിലെ ഏക സിനിമാ വ്യവസായം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയുന്ന ഒന്നാണ് മലയാള സിനിമാ വ്യവസായം. ഇന്ന് അത് മാറിയിരിക്കുന്നു. കേരളത്തിലെ TV ചർച്ചകളൊക്കെ നമുക്ക് നോക്കിയാൽ അറിയാം. ഏതെങ്കിലും വലിയ താരത്തിൻ്റെ പുറകെ നടക്കുന്ന ഒരു പറ്റം താരങ്ങൾ,
മുമ്പ് നമ്മൾ പലപ്പോഴും കമലഹാസൻ്റെ പിന്നാലെ നടക്കുന്ന ജയറാമിനെ കണ്ടിരുന്ന പോലെ ഇപ്പോൾ മമ്മൂട്ടിയുടെ പിന്നാലെ നടക്കുന്ന പിഷാരടിയെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത്തരം രീതിയിലേക്ക് വലിയ താരങ്ങളെ സുഖിപ്പിച്ച് അവർക്ക് വേണ്ടി സംസാരിച്ച് ഈ രീതിയിൽ നമുക്ക് കരിയർ വലുതാക്കാൻ കഴിയുമെന്ന ധാരണയിലേക്ക് കേരള സിനിമാ മേഖല എത്തിയിരിക്കുന്നു. തമിഴിലെയും തെലുങ്കിലെയും നടന്മാരെക്കുറിച്ചും ആ വ്യവസായത്തെക്കുറിച്ചും വാതോരാതെ സംസാരിച്ചുകൊണ്ട് വലിയ വിപണി കേരളത്തിന് പുറത്തുണ്ടാക്കാൻ ശ്രമിക്കുന്ന വിനീത് ശ്രീനിവാസനെയും ദുൽഖർ സൽമാനെയും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഒരു ഘട്ടത്തിൽ കുറച്ച് വ്യക്തികളെ കുറച്ച് ആളുകളിലേക്ക് നമുക്ക് നമ്മുടെ സംവിധാനത്തെ ചുരുക്കാൻ കഴിയുമെന്ന ധാരണ വന്നു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ചലച്ചിത്ര സംസ്കാരം വലിയ രീതിയിൽ പുറകോട്ടടിക്കും. നമ്മൾ ഒരു വലിയ ആരാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഒരു വലിയ നടി പറഞ്ഞതാണ്, MGRനും ശിവാജി ഗണേശനുമൊക്കെ മദ്രാസിലാണ് മദ്രാസിലെ സ്റ്റുഡിയോയിൽ സെപ്പറേറ്റ് ചെയർ ഉണ്ടായിരുന്ന സമയത്ത് അതെങ്ങനെയൊന്നും വേണ്ട എന്ന് തീരുമാനിച്ചിരുന്ന സത്യനും പ്രേം നസീറുമൊക്കെ ഉണ്ടായിരുന്ന, സത്യൻ മാഷും നസീർ സാറുമൊക്കെ ഉണ്ടായിരുന്ന ഒരു സംവിധാനം എന്നാൽ ഇന്ന് കേരളം മാറുന്നുണ്ടോ എന്നുള്ള സംശയമുണ്ട്. മോഹൻലാലും മമ്മൂട്ടിയുമൊക്കെ അത്തരക്കാരാണെന്നല്ല പറഞ്ഞു വരുന്നത്, പക്ഷേ തീർച്ചയായും കുറച്ച് ആളുകളിലേക്ക് അധികാരം കേന്ദ്രീകരിക്കപ്പെടുന്ന ശൈലി ഉണ്ടാകുന്നുണ്ട്. രാഷ്ട്രീയവും വ്യവസായവും ചേർന്ന ഒരു പുതിയ സംവിധാനം ഉയർന്നു വരുന്നുകൊണ്ട് തന്നെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അരപ്പതിറ്റാണ്ട് പൊടി പിടിച്ച് കിടന്ന ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത് ആരോപണങ്ങളിൽ നിന്ന് പുറകോട്ട് പോകുന്നവരായി ഒരു വലിയ ജനാധിപത്യ ഒരു സാംസ്കാരിക സംവിധാനത്തെ അപകീർത്തിപ്പെടുത്തുന്ന നമ്മൾ കാണുന്നുണ്ട്. അതൊരു വലിയ ജനാധിപത്യ സംവിധാനത്തെ ചോദ്യം ചെയ്യുന്നു. ഒരു തൊഴിൽ മേഖലയാക്കി മാറ്റി പൂർണ്ണമായും സർക്കാർ നിയന്ത്രണത്തിലേക്ക് കേരളത്തിലെ ചലച്ചിത്ര മേഖല, അത് TV സീരിയൽ മേഖലയായിരുന്നു. TV സീരിയലുമായി ബന്ധപ്പെട്ട പുതിയ വിവാദങ്ങൾ നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്തു, മുമ്പ് തന്നെ ചർച്ച ചെയ്തു, വിവാദങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ. അപ്പോൾ പുതിയ ഒരു സംസ്കാരം, പുതിയൊരു നിയമവാഴ്ചയുടെ രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം പോയിട്ട് രാഷ്ട്രീയത്തിൻ്റെ കണികയുടെ പോലും ഇല്ലാത്ത പുതിയൊരു നിയമ സംവിധാനം ഇവിടെ ഉരുത്തിരിഞ്ഞ് വരേണ്ടിയിരിക്കുന്നു. ഇത് ഹേമ കമ്മിറ്റിയുടെ പശ്ചാത്തലത്തിൽ മലയാള സിനിമാ വ്യവസായത്തിൽ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. ഒരു പുരുഷ കേന്ദ്രീകൃത സംവിധാനമായത് മാറിക്കഴിഞ്ഞാൽ, കുറച്ച് വ്യക്തികളിൽ കയറി ചുരുങ്ങിക്കഴിഞ്ഞാൽ സിനിമകളും കാഴ്ചക്കാരും കാണികളുമെല്ലാം മാറും. അതൊരു സംസ്കാരത്തെ തന്നെ ഇല്ലാതെയാക്കും. പ്രത്യേകിച്ചും മറ്റ് കലാരൂപങ്ങൾക്ക് ഉള്ളതിനേക്കാൾ കൂടുതൽ പരിഗണന ചലച്ചിത്ര മേഖലയുള്ളവർക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് വാർഡുകൾ പുനർനിർണയിച്ചാൽ മാത്രം പോരാ, മണ്ഡലങ്ങൾ അതും പുനർനിർണയിക്കണം. ആ മണ്ഡലങ്ങളിൽ, ആ പ്രദേശങ്ങളിൽ, ആ പരിസരങ്ങളിൽ നിങ്ങളുടെ തൊഴിലിടങ്ങളുണ്ട്, പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്, നിങ്ങൾക്ക് തണൽ തരുന്ന മരങ്ങളുണ്ട്, നിങ്ങളുടെ ഇന്നലെകളുണ്ട്, നിങ്ങളുടെ നാളെകളുണ്ട്, നിങ്ങളെ ഒന്നിപ്പിച്ച് നിർത്തിയ സാമൂഹിക മൂല്യങ്ങളുണ്ട്, പുരോഗതിയുണ്ട്, പുരോഗമനപരമായ കാഴ്ചപ്പാടുകളുണ്ട്. ഇതിനെല്ലാം നിയമാനുസൃതമായി കാലാനുസൃതമായി നവീകരിച്ചുകൊണ്ട് നിയമത്തിൻ്റെ ചട്ടക്കൂടിലേക്ക് നമുക്ക് കൊണ്ടുവരാം. അതിനുള്ള അവസരമായിട്ട് പുതിയ സംഭവവികാസങ്ങൾ മാറട്ടെ.